പ്രിയ കൂട്ടുകാരെ, ഈശംശിയായി സ്തുതിയായിരിക്കട്ടെ. നിങ്ങൾക്ക് സുഖമാണോ? സുഖമൊക്കെയാണ്. പക്ഷേ പുറത്തേക്കൊന്നും പോകാൻ പറ്റാത്തൊരു വിഷമം അല്ലേ? അത് സാരമില്ല. നമുക്ക് മാതാപിതാക്കളോടും സഹോദരങ്ങളോടും ഒക്കെ ചേർന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനും പഠിക്കുവാനും കളിക്കുവാനും ഒക്കെയുള്ള ഒരു സമയമായിട്ട് നമുക്ക് ഈ ഒരു അവസരത്തെ കാണാം. എന്തായാലും നമ്മൾ ഇത്രയും മാസങ്ങൾ കടന്നു പോന്നില്ലേ, നമ്മൾ ഇനിയും അതിജീവിക്കും. ഈ കൊറോണ എന്ന മഹാമാരിയെ നമ്മൾ അതിജീവിക്കും. ഗൈഡ്സുകാർ പാടുന്ന ഒരു പാട്ട് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? We shall overcome, we shall overcome, we shall overcome one day. Oh, deep in my heart, I do believe that we shall overcome one day. Yes, നമ്മൾ അതിജീവിക്കും. കാരണം God is in control. ദൈവം അറിയാതെ ഈ പ്രപഞ്ചത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. ഈ ഒരു വിശ്വാസം നമ്മൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ദൈവത്തിൽ ആഴമായി ശരണപ്പെട്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകും. അങ്ങനെ ഈ കൊറോണയും അതിൻ്റെ അനുബന്ധ പ്രതികൂല സാഹചര്യങ്ങളെയും നമ്മൾ അതിജീവിക്കും. ഓക്കെ, നിങ്ങളുടെ പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് മാർക്കൊക്കെ കിട്ടിയോ? കിട്ടുന്നുള്ളല്ലേ? ഇനി മാർക്കപ്പം അല്പം കുറഞ്ഞു പോയാലും വിഷമിക്കണ്ട. പക്ഷേ യേശുവിലുള്ള വിശ്വാസവും സ്നേഹവും ഭക്തിയും അതിൽ കുറവ് വരരുത്. ഇപ്പോൾ കൊറോണ കാരണം പള്ളിയിൽ പോകാനോ വേദപാഠ ക്ലാസ്സിൽ പങ്കെടുക്കാനോ നമുക്ക് കഴിയുന്നില്ല. പക്ഷേ വീട്ടിലിരുന്നു കൊണ്ട് ടി വിയിലൂടെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും വേദപാഠങ്ങളൊക്കെ പഠിക്കുകയും ചെയ്തുകൊണ്ട് യേശുവിലുള്ള വിശ്വാസവും സ്നേഹവും ഭക്തിയും ഒക്കെ നമ്മൾ ഊട്ടിയുറപ്പിക്കണം. അതിനുള്ളൊരവസരം കൂടിയായിട്ട് ഈ ഒരു കൊറോണ കാലഘട്ടത്തെ നമ്മൾ കാണണം. ഓക്കെ, ഈ ഒരു കൊച്ചു വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ? എൻ്റെ ഈശോ അറിയാൻ മോളെ എഴുതണതാട്ടോ. ഈശോയ്ക്ക് സുഖമാണോ അവിടെ? എനിക്കറിയാം ഈശോയ്ക്ക് സുഖമൊന്നും അല്ലെന്ന്. വിഷമാ? ഇവിടെയും വിഷമ ഈശോയെ. ഇവിടൊക്കെ ആകെ കൊറോണ. ഞങ്ങൾക്ക് പുറത്തിറങ്ങാനോ കളിക്കാനോ പള്ളിയിൽ പോവാനോ ഒന്നും പറ്റണില്ല. സ്കൂളൊക്കെ അടിച്ചിട്ടിട്ട് കുറേ നാളായി. കൂട്ടുകാരനെ കാണാൻ കൊതിയാവാ. ഇവിടെ എല്ലാവർക്കും ലോക്ക്ഡൗണാ. ഇവിടെ ആരോട് ചോദിച്ചാലും ലോക്ക്ഡൗൺ തന്നെയാ. അതൊക്കെ ഇന്ന് തീരാതം പച്ച. ഇവിടെ എല്ലാ ആൾക്കാർക്കും കൊറോണ. എല്ലാം മാസ്ക് വെച്ചിട്ട് ഓടുവാ. ഇന്ത്യ പറയും സാനിറ്റൈസർ വയ്ക്ക്, മാസ്ക് വയ്ക്ക്, സാനിറ്റൈസർ വയ്ക്ക്, മാസ്ക് വയ്ക്ക്. ഇതൊക്കെ ചെയ്തിട്ട് എല്ലാവർക്കും അസുഖം വരിക. തമ്പാച്ചൻ വിചാരിച്ച ഇതെല്ലാം മാറ്റും. അതെനിക്കറിയാം, തമ്പാച്ചനെ അറിയാമെന്ന്. അതുകൊണ്ടാ ഞാൻ വേഗം കത്തെഴുതണത്. അപ്പൊ തമ്പാച്ചൻ വേഗം കൊറോണയൊന്നും മാറ്റി തരണം കേട്ടാ. നമ്മളെ ടീച്ചർ പറയാറൊക്കെ ഉണ്ട്, വേഗം കുട്ടികൾക്ക് സാധിച്ചേരാൻ പറയുക. കുട്ടികൾ പ്രാർത്ഥിച്ച ദൈവം എല്ലാം സൃഷ്ടിച്ചു. കുട്ടികൾ പ്രാർത്ഥിച്ച ദൈവം എല്ലാം ചെയ്തു. അപ്പൊ ഞാൻ എല്ലാം പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ? ഞാൻ പറയാനൊക്കെ തമ്പാച്ചനെ ഓർമ്മയുണ്ടല്ലോ? അപ്പൊ മറുപടിക്ക് വരാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുന്നുണ്ട് കേട്ടോ. ഈശോയോട് മാത്രം സ്വന്തം ദിയമോള് ഉമ്മ. ആ വീഡിയോയിൽ ദിയാമോള് പറയുന്നത് കേട്ടോ, കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒക്കെ തമ്പാച്ചൻ കേൾക്കുമെന്ന്. അപ്പോൾ യേശുവിനെ ഒരു പിതാവായി അല്ലെങ്കിൽ ഒരു കളിക്കൂട്ടുകാരനായി കണ്ടുകൊണ്ട് ഈശോയെ അറിയുവാനും സ്നേഹിക്കുവാനും നമുക്ക് കഴിയണം. നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നില്ലേ, ഈശോ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടത് കുഞ്ഞുങ്ങളെയായിരുന്നു. ഈശോ തൻ്റെ നെഞ്ചോട് ചേർത്ത് വയ്ക്കുകയും അനുഗ്രഹിക്കുകയും ഒക്കെ ചെയ്തത് കുഞ്ഞുങ്ങളെയാണ്. അപ്പോൾ കുഞ്ഞുങ്ങളായി നിങ്ങൾ, പ്രത്യേകിച്ച് നിങ്ങൾ ആദ്യ കുർബാനയ്ക്കൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങുന്ന ഈ ഒരു സമയത്ത് നിങ്ങൾ യേശുവിനെ കൂടുതലായിട്ട് അറിയുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഈശോയോട് കൂടെ ആയിരിക്കുവാനുള്ള സമയം കൂടി നമ്മൾ കണ്ടെത്തണം. ഓക്കെ, അപ്പോൾ ആ യേശുവിൻ്റെ സാന്നിധ്യം നമ്മുടെ ഇടയിൽ ഉണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്കൊരു നിമിഷം മൗനമായിട്ട് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം.
നമ്മുടെ ഈ പാഠപുസ്തകത്തിൽ നമ്മൾ എന്തിനെക്കുറിച്ചാണ് പഠിക്കുന്നത്? എന്തിനെക്കുറിച്ചാണ്? ദൈവകൽപ്പനകളെക്കുറിച്ച്. കഴിഞ്ഞ പാഠത്തിൽ ഏത് കൽപ്പനയെക്കുറിച്ചാണ് പഠിച്ചതെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എന്താണ്? 5-ാം പ്രമാണം, കൊല്ലരുത്. ആരെ കൊല്ലരുത്, എന്തിനെ കൊല്ലരുതെന്നാണ് നമ്മൾ പഠിക്കുന്നത്? എന്തിന്? ജീവനെ കൊല്ലരുത്. എന്തുകൊണ്ടാണ് ജീവനെ കൊല്ലരുത് എന്ന് പറയാൻ കാരണം? ജീവൻ ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവം മനുഷ്യന് നൽകിയ അമൂല്യമായ ദാനമാണ് ജീവൻ. അതുകൊണ്ട് തന്നെ ഈ ജീവനെ കൊല്ലരുത്, ജീവനെ ഹനിക്കരുത് എന്ന് 5-ാം പ്രമാണത്തിൽ നമ്മൾ പഠിച്ചു. നമ്മൾ 1-ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടില്ലേ, ആരാണ് നിന്നെ സൃഷ്ടിച്ചത്? ദൈവം എന്നെ സൃഷ്ടിച്ചു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ദൈവമാണ് നമ്മളെ സൃഷ്ടിച്ചതെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മുടെ ജനനത്തിലുള്ള പങ്കെന്താണ്? മാതാപിതാക്കൾക്ക് നമുക്ക് ശരീരം നൽകുവാനേ സാധിക്കുകയുള്ളൂ. ജീവൻ നൽകുന്നത് ദൈവമാണ്. ഇന്നോളം ശാസ്ത്രം ഇത്രമാത്രം പുരോഗമിച്ചെങ്കിലും ഒരു ശാസ്ത്രത്തിനും ഇന്നോളം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ജീവൻ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. അത് ദൈവത്തിൻ്റെ അമൂല്യമായ ദാനമാണ്. അപ്പോൾ ജീവൻ്റെ അമൂല്യമായ ആ ദാനം, ദൈവത്തിൻ്റെ അമൂല്യമായ ആ ദാനം വസിക്കുന്ന നമ്മുടെ ശരീരവും എപ്രകാരമായിരിക്കണം? തീർച്ചയായിട്ടും അതും വിശുദ്ധമായിരിക്കണം. അപ്പോൾ ആ ആത്മാവ് അല്ലെങ്കിൽ ജീവൻ വസിക്കുന്ന നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ് എന്നാണ് നമ്മൾ ഈ ഒരു പാഠത്തിൽ പഠിക്കാൻ പോകുന്നത്. ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്. അപ്പോൾ ഈ ആലയത്തെ നമ്മൾ എപ്രകാരം സൂക്ഷിക്കണം, എങ്ങനെ നമ്മൾ ഈ ഒരു ശരീരത്തെ അനുദിനം കൊണ്ടു നടക്കണം എന്നൊക്കെയാണ് ഈ ഒരു പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത്. നമുക്ക് ഈ ഒരു കൊച്ചു വീഡിയോ കൂടെ കണ്ടാലോ? എന്താ നിങ്ങൾ വീഡിയോയിൽ കണ്ടത്? ഒരു കുശവൻ മൺപാത്രം ഉണ്ടാക്കുന്നു. കുശവൻ്റെ മുൻപിൽ കളിമണ്ണുണ്ട്. ആ കളിമണ്ണ് ഉപയോഗിച്ച് കുശവൻ തൻ്റെ മനസ്സിലുള്ള ആ ഒരു ചിത്രത്തിന്, ഭാവനയ്ക്ക് രൂപം നൽകുന്നു. അങ്ങനെ ഒരു ഭംഗിയുള്ള ഒരു കളിമൺ പാത്രം ഉണ്ടാക്കി. നല്ല ഭംഗിയില്ലേ അത് കാണാൻ? നമ്മൾ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയെക്കുറിച്ച്, മനുഷ്യൻ്റെ സൃഷ്ടിയെക്കുറിച്ച് പഠിക്കുമ്പോൾ ബൈബിളിൽ നമ്മൾ എന്ത് വായിക്കുന്നു? ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം നമ്മൾ വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ദൈവം എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തെയും മനുഷ്യനെയും സൃഷ്ടിച്ചതെന്ന്. നമുക്ക് ആ ഒരു ഭാഗം, ബൈബിൾ ഭാഗം ഒന്ന് കേട്ടാലോ? ഉൽപ്പത്തി അധ്യായം 1.
ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു. ആഴത്തിനു മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു. ദൈവത്തിൻ്റെ ചൈതന്യം വെള്ളത്തിനു മീതെ ചലിച്ചുകൊണ്ടിരുന്നു. ദൈവം അരുളിച്ചെയ്തു, വെളിച്ചമുണ്ടാകട്ടെ. വെളിച്ചമുണ്ടായി. വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു. അവിടുന്ന് വെളിച്ചത്തെ ഇരുളിൽ നിന്ന് വേർതിരിച്ചു. വെളിച്ചത്തിന് പകലെന്നും ഇരുളിന് രാത്രിയെന്നും പേരിട്ടു. സന്ധ്യയായി, പ്രഭാതമായി, ഒന്നാം ദിവസം. ദൈവം വീണ്ടും അരുളിച്ചെയ്തു, ജലമധ്യത്തിൽ ഒരു വിധാനമുണ്ടാകട്ടെ. അത് ജലത്തെ രണ്ടായി തിരിക്കട്ടെ. ദൈവം വിധാനമുണ്ടാക്കുകയും അതിനു താഴെയുള്ള ജലത്തെ മുകളിലുള്ള ജലത്തിൽ നിന്ന് വേർതിരിക്കുകയും ചെയ്തു. അപ്രകാരം സംഭവിച്ചു. വിധാനത്തിന് അവിടുന്ന് ആകാശമെന്ന് പേരിട്ടു. സന്ധ്യയായി, പ്രഭാതമായി, രണ്ടാം ദിവസം. ദൈവം വീണ്ടും അരുളിച്ചെയ്തു, ആകാശത്തിന് കീഴിലുള്ള വെള്ളമെല്ലാം ഒരിടത്ത് ഒരുമിച്ചു കൂടട്ടെ. കര പ്രത്യക്ഷപ്പെടട്ടെ. അങ്ങനെ സംഭവിച്ചു. കരയ്ക്ക് ഭൂമിയെന്നും ഒരുമിച്ചു കൂടിയ ജലത്തിന് കടലെന്നും ദൈവം പേരിട്ടു. അത് നല്ലതെന്ന് അവിടുന്ന് കണ്ടു. ദൈവം അരുളിച്ചെയ്തു, ഭൂമി എല്ലാത്തരം ഹരിത സസ്യങ്ങളും ധാന്യച്ചെടികളും വിത്തുൾക്കൊള്ളുന്ന ഫലങ്ങൾ കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളപ്പിക്കട്ടെ. അങ്ങനെ സംഭവിച്ചു. ഭൂമി എല്ലാത്തരം ഹരിതസസ്യങ്ങളും ധാന്യച്ചെടികളും വിത്തുള്ള ഫലങ്ങളോടുകൂടിയ വൃക്ഷങ്ങളും മുളപ്പിച്ചു. അവ നല്ലതെന്ന് ദൈവം കണ്ടു. സന്ധ്യയായി, പ്രഭാതമായി, മൂന്നാം ദിവസം. ദൈവം വീണ്ടും അരുളിച്ചെയ്തു, രാവും പകലും വേർതിരിക്കാൻ ആകാശവിധാനത്തിൽ പ്രകാശങ്ങൾ ഉണ്ടാകട്ടെ. അവ ഋതുക്കളും ദിനങ്ങളും വർഷങ്ങളും കുറിക്കുന്ന അടയാളങ്ങളായിരിക്കട്ടെ. ഭൂമിയിൽ പ്രകാശം ചൊരിയാൻ വേണ്ടി അവ ആകാശവിധാനത്തിൽ ദീപങ്ങളായി നിൽക്കട്ടെ. അങ്ങനെ സംഭവിച്ചു. ദൈവം 2 മഹാദീപങ്ങൾ സൃഷ്ടിച്ചു. പകലിനെ നയിക്കാൻ വലുത്, രാത്രിയെ നയിക്കാൻ ചെറുത്. നക്ഷത്രങ്ങളെയും അവിടുന്ന് സൃഷ്ടിച്ചു. ഭൂമിയിൽ പ്രകാശം ചൊരിയാനും രാവിനെയും പകലിനെയും നിയന്ത്രിക്കാനും വെളിച്ചത്തെ ഇരുളിൽ നിന്ന് വേർതിരിക്കാനും ദൈവം അവയെ ആകാശവിധാനത്തിൽ സ്ഥാപിച്ചു. അത് നല്ലതെന്ന് ദൈവം കണ്ടു. സന്ധ്യയായി, പ്രഭാതമായി, 4-ാം ദിവസം. ദൈവം വീണ്ടും അരുളിച്ചെയ്തു, വെള്ളം ജീവജാലങ്ങളെ പുറപ്പെടുവിക്കട്ടെ. പക്ഷികൾ ഭൂമിക്കുമീതെ ആകാശവിധാനത്തിൽ പറക്കട്ടെ. അങ്ങനെ ദൈവം ഭീമാകാരങ്ങളായ ജലജന്തുക്കളെയും കടലിൽ പറ്റം ചേർന്ന് ചരിക്കുന്ന സകലവിധ ജീവികളെയും എല്ലാത്തരം പക്ഷികളെയും സൃഷ്ടിച്ചു. അവ നല്ലതെന്ന് അവിടുന്ന് കണ്ടു. ദൈവം അവയെ ഇങ്ങനെ അനുഗ്രഹിച്ചു, സമൃദ്ധമായി പെരുകി കടലിൽ നിറയുവിൻ. പക്ഷികൾ ഭൂമിയിൽ പെരുകട്ടെ. സന്ധ്യയായി, പ്രഭാതമായി, 5-ാം ദിവസം. ദൈവം വീണ്ടും അരുളിച്ചെയ്തു, ഭൂമി എല്ലാത്തരം ജീവജാലങ്ങളെയും, കന്നുകാലികൾ, ഇഴജന്തുക്കൾ, കാട്ടുമൃഗങ്ങൾ എന്നിവയെ പുറപ്പെടുവിക്കട്ടെ. അങ്ങനെ സംഭവിച്ചു. അങ്ങനെ ദൈവം എല്ലാ ഇനം കാട്ടുമൃഗങ്ങളെയും കന്നുകാലികളെയും ഇഴജന്തുക്കളെയും സൃഷ്ടിച്ചു. അവ നല്ലതെന്ന് അവിടുന്ന് കണ്ടു. ദൈവം വീണ്ടും അരുളിച്ചെയ്തു, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. അവർക്ക് കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവകളുടെയും നാൽക്കാലികളുടെയും ഭൂമി മുഴുവന്റെയും ഭൂമിയിൽ ഇടയുന്ന സർവ്വജീവികളുടെയും മേൽ ആധിപത്യമുണ്ടായിരിക്കട്ടെ. അങ്ങനെ ദൈവം തന്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ ഛായയിൽ അവിടുന്ന് അവനെ സൃഷ്ടിച്ചു. സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു. ദൈവം അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു, സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവിൻ. ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുവിൻ. കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവകളുടെയും
ഭൂമിയിൽ ചരിക്കുന്ന സകല ജീവികളുടെയും മേൽ നിങ്ങൾക്ക് ആധിപത്യമുണ്ടായിരിക്കട്ടെ. ദൈവം അരുളി ചെയ്തു. ഭൂമുഖത്തുള്ള ധാന്യം വിളയുന്ന എല്ലാ ചെടികളും വിത്തുൾക്കൊള്ളുന്ന പഴങ്ങൾ കായ്ക്കുന്ന എല്ലാ വൃക്ഷങ്ങളും ഞാൻ നിങ്ങൾക്ക് ഭക്ഷണത്തിനായി തരുന്നു. ഭൂമിയിലെ മൃഗങ്ങൾക്കും ആകാശത്തിലെ എല്ലാ പറവകൾക്കും ഇടജന്തുക്കൾക്കും ജീവശ്വാസമുള്ള സകലതിനും ആഹാരമായി ഹരിതസസ്യങ്ങൾ ഞാൻ നൽകിയിരിക്കുന്നു. അങ്ങനെ സംഭവിച്ചു. താൻ സൃഷ്ടിച്ചതെല്ലാം വളരെ നന്നായിരിക്കുന്നുവെന്ന് ദൈവം കണ്ടു. സന്ധ്യയായി, പ്രഭാതമായി, 6-ാം ദിവസം. അങ്ങനെ ആകാശവും ഭൂമിയും അവയിലുള്ള സമസ്തവും പൂർണ്ണമായി. ദൈവം തൻ്റെ ജോലി 7-ാം ദിവസം പൂർത്തിയാക്കി. താൻ തുടങ്ങിയ പ്രവൃത്തിയിൽ നിന്ന് വിരമിച്ച് 7-ാം ദിവസം അവിടുന്ന് വിശ്രമിച്ചു. സൃഷ്ടികർമ്മം പൂർത്തിയാക്കി തൻ്റെ പ്രവൃത്തികളിൽ നിന്ന് വിരമിച്ച് വിശ്രമിച്ച 7-ാം ദിവസത്തെ ദൈവം അനുഗ്രഹിച്ച് വിശുദ്ധമാക്കി. എന്താ വചനത്തിൽ പറയുന്നത്? ഭൂമി രൂപരഹിതമായിരുന്നു. ദൈവം തൻ്റെ വാക്കുകൾ കൊണ്ട്, തൻ്റെ വചനം കൊണ്ട് ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വചരാചരങ്ങളെയും സൃഷ്ടിച്ചു. എന്താ ദൈവത്തിൻ്റെ വാക്ക്? എന്താ ദൈവത്തിൻ്റെ വചനം? പറയാമോ? ഉണ്ടാകട്ടെ. ഉണ്ടാകട്ടെ എന്ന ആ ഒരു വചനം കൊണ്ടാണ് ദൈവം ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വചരാചരങ്ങളെയും സൃഷ്ടിച്ചത്. നമ്മൾ ആ വീഡിയോയിൽ കണ്ടു, കുശവന് തൻ്റെ മുൻപിൽ ഒരു സാധ്യതയുണ്ടായിരുന്നു. ആ ഒരു കളിമണ്ണ്. ആ ഒരു കളിമണ്ണ് കൊണ്ടാണ് കുശവൻ തൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആ സുന്ദരമായ ചിത്രത്തിന് ഭാവന നൽകി ഈ ഒരു ഭംഗിയുള്ള കുട നിർമ്മിച്ചെടുത്തത്. പക്ഷെ ദൈവം തൻ്റെ മുൻപിൽ ഒരു സാധ്യതയുമില്ലായിരുന്നു. ഒന്നും ഇല്ലായ്മയിൽ നിന്നാണ് ദൈവം ഉണ്ടാകട്ടെ എന്ന ആ ഒരു വചനത്താൽ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിനെ കുറിച്ച് എന്താണ് ആ വചനത്തിൽ നമ്മൾ കേട്ടത്? ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26-27 വചനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്, ദൈവം അരുളി ചെയ്തു, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ദൈവം മനുഷ്യനെ ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവനും ആധിപത്യം നൽകി സൃഷ്ടിയുടെ മകുടമായി അവനെ ഉയർത്തി. സൃഷ്ടിയുടെ മകുടമായി അവനെ ഉയർത്തി ശ്രേഷ്ഠമായ ഒരു സ്ഥാനം ഈ സൃഷ്ട വസ്തുക്കളിൽ ദൈവം മനുഷ്യന് നൽകി. അപ്പോൾ നമ്മൾ നമ്മുടെ ജീവനെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, നമ്മുടെ ശരീരത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, ഈ സൃഷ്ടാവായ ദൈവം നമുക്ക് നൽകിയ ഈ ഒരു വലിയ ദാനം, തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും നമ്മെ ദൈവം സൃഷ്ടിച്ചു എന്ന ഈ ഒരു ബോധ്യം, ഈ ഒരു വിശ്വാസം നമ്മൾ കാത്തു സൂക്ഷിക്കണം. നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണെന്ന് നമ്മൾ വിശ്വസിക്കുകയാണ്. കാരണം എന്താ? ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ ജീവൻ നമ്മുടെ ശരീരത്തിൽ വസിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ് എന്ന് നമ്മൾ പറയാൻ കാരണം. നമ്മൾ നോക്കിക്കേ, ദേവാലയത്തിൽ നമ്മൾ പോകുന്നു, അവിടെ ദൈവം വസിക്കുന്നത് കൊണ്ടാണ് ആ ഒരു കെട്ടിടത്തെ ദേവാലയം എന്ന് നമ്മൾ പറയുന്നത്. ദൈവം വസിക്കുന്ന ഇടം. അതുകൊണ്ട് തന്നെ നമ്മൾ ദേവാലയത്തിൽ മറ്റ് സ്ഥലങ്ങളിൽ വ്യാപരിക്കുന്നത് പോലെ നമ്മൾ വ്യാപരിക്കുമോ? ഇല്ല. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി വർത്താനം പറയുകയും കളിക്കുകയും ചെയ്യില്ലല്ലോ. ഇനി അഥവാ ചെയ്താൽ തന്നെ നമ്മളെ തിരുത്താൻ നമ്മുടെ അധ്യാപകരും മാതാപിതാക്കളും ഒക്കെയുണ്ട്, ഇല്ലേ? അപ്പോൾ നമ്മൾ ദേവാലയത്തിൽ എപ്രകാരം നമ്മൾ വ്യാപരിക്കുന്നുവോ അതുപോലെ തന്നെ ആദരവോടും ബഹുമാനത്തോടും കൂടെ തന്നെ വേണം നമ്മുടെ ശരീരത്തെയും നമ്മൾ കാത്തു സൂക്ഷിക്കുവാൻ. കാരണം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. നമുക്കൊന്ന് സ്വയം ഏറ്റു പറഞ്ഞാലോ? എൻ്റെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്. ഒന്ന് പറഞ്ഞേ, എൻ്റെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്. ഒന്ന് പരസ്പരം നമുക്ക് പറഞ്ഞു നോക്കിയാലോ?
നിന്റെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ശരീരത്തെ വിശുദ്ധമാക്കി നിർമ്മലമാക്കി കാത്തു സൂക്ഷിക്കുകയും ആദരവോടെ ബഹുമാനത്തോടെ നമ്മുടെ ശരീരത്തോട് നമ്മൾ വ്യാപരിക്കുകയും വേണം. അതോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ ശരീരത്തെ എത്രമാത്രം ശുദ്ധമായി കാത്തു സൂക്ഷിക്കുന്നു, നിർമ്മലമായിട്ട് കാത്തു സൂക്ഷിക്കുന്നു, നമ്മൾ നമ്മുടെ ശരീരത്തെ എപ്രകാരം ബഹുമാനിക്കുന്നു, അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരുടെ ശരീരത്തെയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്യണം. നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ അവയവങ്ങളും ആ അവയവങ്ങളിലും ദൈവത്തിൻ്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. നമ്മുടെ ശരീരം കൊണ്ട്, നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾ കൊണ്ട് നമ്മൾ ദൈവത്തിന് മഹത്വപ്പെടുത്തണം. കാരണം വലിയൊരു ദാനമാണ് ദൈവം നമുക്ക് നൽകിയത്. നമ്മളാരും അർഹതപ്പെട്ടിട്ടൊന്നുമല്ല ഈ ഒരു ജീവൻ നമുക്ക് ദൈവം പ്രദാനം ചെയ്തത്. അത് ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തിൻ്റെ പ്രതീകമായിട്ട് നമുക്ക് നൽകിയൊരു ദാനമാണ് ഈ ജീവൻ. അപ്പോൾ നമ്മുടെ ശരീരം കൊണ്ട്, നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളിലും ദൈവസാന്നിധ്യമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ അവയവങ്ങൾ കൊണ്ട് നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്താൻ നമുക്ക് കഴിയണം. എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾ കൊണ്ട് നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുക? നിങ്ങൾക്കൊന്ന് പറയാമോ? ചെവികൾ കൊണ്ട്, കണ്ണുകൾ കൊണ്ട്, കൈകൾ കൊണ്ട് ഒക്കെ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ സാധിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഏതാനും മാസങ്ങൾക്കൊക്കെ മുൻപ് ഫോൺ എടുത്താൽ, കമ്പ്യൂട്ടർ എടുത്താൽ, TV ഓപ്പൺ ചെയ്താൽ കുറേ വിലക്കുകളായിരുന്നില്ലേ നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് നൽകിക്കൊണ്ടിരുന്നത്? എന്നാൽ ഇപ്പോഴോ? മോനെ നീ ഫോണൊന്നെടുത്ത് ക്ലാസ് അറ്റൻഡ് ചെയ്യും, TV തുറന്ന് വിക്ടേഴ്സ് ചാനലിലെ ക്ലാസ് അറ്റൻഡ് ചെയ്യും, നീ ആ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ മൊബൈൽ ഒന്ന് തുറന്നിട്ട് വീഡിയോ കോൾ അറ്റൻഡ് ചെയ്യും, ഗൂഗിൾ മീറ്റിൽ പങ്കെടുക്കും. ഇതൊക്കെ തന്നെയല്ലേ നമ്മുടെ മാതാപിതാക്കൾ ഇപ്പോൾ നമ്മളോട് പറയുന്നത്? അപ്പോൾ ഇന്ന് ഈ മൊബൈൽ ഫോണും കമ്പ്യൂട്ടറും ഒക്കെ നമ്മുടെ കൈകളിലാണ്. ഇത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് നമ്മളാണ് തീരുമാനിക്കുന്നത്. നമ്മുടെ മാതാപിതാക്കൾ എപ്പോഴും നമ്മളോട് കൂടെ ഇല്ലല്ലോ. നമ്മൾ ഫോൺ ഓൺ ചെയ്ത് നോട്ട് എഴുതുന്നു, ഈ സമയത്ത് നമുക്ക് മറ്റു പലതും ചെയ്യാം, ഇല്ലേ? അപ്പോൾ ഈ ഒരു നവമാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നല്ലത് കാണാൻ, നല്ലത് കേൾക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണുകൾ കൊണ്ടും നമ്മുടെ കാതുകൾ കൊണ്ടുമൊക്കെ നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ ഈ കൊറോണ കാരണം വീട്ടിലിങ്ങനെ ആയിട്ട് മാസങ്ങളായി. നമ്മളിൽ എത്ര പേരുണ്ട് മാതാപിതാക്കളെ ഇന്ന് സഹായിക്കുന്നത്? ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഈ സന്തോഷമുണ്ട് അത് കേൾക്കാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് കഴിയുന്ന രീതിയിൽ നമ്മുടെ മാതാപിതാക്കളെ സഹായിക്കുമ്പോൾ, വീട്ടിലുള്ള കൊച്ചു കൊച്ചു ജോലികൾ ചെയ്യുമ്പോൾ ഒക്കെ നമ്മൾ കൈകൾ കൊണ്ട്, നമ്മുടെ കാലുകൾ കൊണ്ട് ഒക്കെ നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നമ്മൾ പ്രാർത്ഥനയിൽ ഭക്തിയോടുകൂടി പങ്കെടുക്കുമ്പോൾ നമ്മുടെ മനസ്സുകൊണ്ടും ഹൃദയം കൊണ്ടും നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, ദൈവത്തിന് മഹത്വം നൽകുന്നു. അപ്പോൾ ഈ ഒരു നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണെന്ന് നമ്മൾ പറയുമ്പോൾ നമ്മുടെ ശരീരം കൊണ്ട്, നമ്മുടെ ശരീരത്തിലെ സകല അവയവങ്ങൾ കൊണ്ടും നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്താൻ കടപ്പെട്ടവരാണ്. അപ്പോൾ ആ ഒരു തിരിച്ചറിവ് നമുക്കെപ്പോഴും ഉണ്ടായിരിക്കണം. നമ്മൾ മറ്റുള്ളവരോട് ഇടപഴകുമ്പോഴും നമ്മൾ സ്വന്തമായിരിക്കുമ്പോഴുമൊക്കെ എൻ്റെ ശരീരം ശുദ്ധിയോടെ നിർമ്മലമായി നമ്മൾ കാത്തു സൂക്ഷിക്കണം. ഒപ്പം മറ്റുള്ളവരുടെ ശരീരത്തെയും അവരുടെ ജീവിതത്തിൻ്റെ പരിശുദ്ധിയെയും നമ്മൾ കാത്തു സൂക്ഷിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അപ്പോൾ ഈ ഒരു തിരിച്ചറിവും ബോധ്യവും നമ്മുടെ ഉള്ളിൽ അനുദിനം വളർന്നു വരണം. ഓക്കെ.